എഡ്യൂകെസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഒരു മുൻകാല ചോദ്യപേപ്പറാണ്. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 126/2017. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ച വർഷമേത്? ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ച വർഷം? ഓപ്ഷൻ ബി 2013. 2013 ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ചത്. 2016 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏത്? 2016 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത്? ഓപ്ഷൻ സി സർവീസസ് ആണ് 2016 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത്. 2024-25 വർഷത്തെ 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ ടീം വെസ്റ്റ് ബംഗാളാണ്. ഫൈനലിൽ കേരളത്തിനെയാണ് പരാജയപ്പെടുത്തിയത്. ദേശീയ ശാസ്ത്രദിനം എന്നാണ് ദേശീയ ശാസ്ത്രദിനം? ഓപ്ഷൻ എ ഫെബ്രുവരി 28. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനം. ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീറാണ് ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ. 500-ൻ്റെയും 1000-ൻ്റെയും കറൻസി നോട്ടുകൾ കേന്ദ്ര ഗവൺമെൻറ് പിൻവലിച്ചത് എപ്പോൾ? 500-ൻ്റെയും 1000-ൻ്റെയും കറൻസി നോട്ടുകൾ കേന്ദ്ര ഗവൺമെൻറ് പിൻവലിച്ചതെപ്പോൾ? ഓപ്ഷൻ എ 2016 നവംബർ 8. 2016 നവംബർ 8 500-ൻ്റെയും 1000-ൻ്റെയും കറൻസി നോട്ടുകൾ കേന്ദ്ര ഗവൺമെൻറ് പിൻവലിച്ചത്. മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി തിരൂർ. തിരൂരിലാണ് മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഭരണപരിഷ്കരണ കമ്മിറ്റി ചെയർമാനായി നിയമിതനായത് ആര്? കേരളത്തിലെ ഭരണപരിഷ്കരണ കമ്മിറ്റി ചെയർമാനായി നിയമിതനായത് VS അച്യുതാനന്ദനായിരുന്നു അവസാനമായി കേരള ഭരണപരിഷ്കാര കമ്മിറ്റി ചെയർമാനായിരുന്നത്. അദ്ദേഹം 2021 ജനുവരി 30 സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് പോസ്റ്റ് ഇപ്പോഴും വേക്കൻ്റായി തുടരുകയാണ്. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയർ വർഷമായി ആചരിച്ചത്? ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയർ വർഷമായി ആചരിച്ചത്? ഓപ്ഷൻ ഡി 2016. 2016 ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയർ വർഷമായി ആചരിച്ചത്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചത് 2023. അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിച്ചത് 2024. 2016 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2016 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ ബി സി രാധാകൃഷ്ണൻ. രാധാകൃഷ്ണനായിരുന്നു 2016 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനായിരുന്നു. റിയോ ഒളിമ്പിക്സിൽ ദിനത്തിലാണ് ഇന്ത്യൻ താരം PV സിന്ധു വെള്ളി മെഡൽ നേടിയത്? റിയോ ഒളിമ്പിക്സിൽ ദിനത്തിലായിരുന്നു ഇന്ത്യൻ താരം PV സിന്ധു വെള്ളി മെഡൽ നേടിയത്? ഓപ്ഷൻ സി ബാഡ്മിൻ്റൺ. റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ താരം PV സിന്ധു വെള്ളി മെഡൽ നേടിയത് ബാഡ്മിൻ്റണിൽ ആയിരുന്നു. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 1 വെള്ളിയും 5 വെങ്കലവുമടക്കം 6 മെഡലുകളാണ് ലഭിച്ചത്. നീരജ് ചോപ്രയ്ക്കാണ് വെള്ളി മെഡൽ ലഭിച്ചത് ജാവലിൻ ത്രോയിൽ. മനു ഭാക്കർ, സർബ്ജോത് സിംഗ്, സ്വപ്നിൽ കുസാലെ എന്നിവർക്ക് ഷൂട്ടിംഗ് ഇനത്തിൽ വെങ്കലം. ഇന്ത്യയുടെ പുരുഷ ഹോക്കി ടീമിന് വെങ്കലം. കൂടാതെ അമർ ഷെറാവത്തിന് റെസ്ലിംഗിൽ വെങ്കലവും ലഭിക്കുകയുണ്ടായി. താഴെ പറയുന്നവയിൽ ഹിമാലയത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദി ഏത്? സിന്ധു, നർമ്മദ, മഹാനദി, കാവേരി. തന്നിരിക്കുന്നവയിൽ ഹിമാലയത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദി ഏതാണ്? ഓപ്ഷൻ എ സിന്ധു. തന്നിരിക്കുന്നവയിൽ സിന്ധു നദിയാണ് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി.
ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ഓപ്ഷൻ സി ആനമുടി. ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗം. രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗം ഓപ്ഷൻ ഡി ഒട്ടകം. ഒട്ടകമാണ് രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗം. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഓപ്ഷൻ ബി കറുത്ത മണ്ണ്. കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് ഓപ്ഷൻ എ മാർച്ച് മുതൽ മെയ് വരെ. മാർച്ച് മുതൽ മെയ് വരെയാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻ റാം ഏത് സംസ്ഥാനത്താണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻ റാം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി മേഘാലയ. ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് മൗസിൻ റാം. ഇത് മേഘാലയ സംസ്ഥാനത്തിലാണ്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം. ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം ഓപ്ഷൻ ബി 36. ലക്ഷദ്വീപ് സമൂഹത്തിൽ 36 ദ്വീപുകളാണ് ഉള്ളത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് നിലവിൽ ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം. ഹിമാചൽ പ്രദേശ്. ജമ്മു കാശ്മീർ ഇപ്പോൾ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക്. ഇന്ത്യയിൽ മെട്രോ റെയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിൽ മെട്രോ റെയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ ഡി കൊൽക്കത്ത. ഇന്ത്യയിൽ കൊൽക്കത്തയിലായിരുന്നു ആദ്യമായി മെട്രോ റെയിൽ ആരംഭിച്ചത്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയതാരാണ്? നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയത് ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയത്. റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? റിപ്പബ്ലിക് ദിനം ഓപ്ഷൻ ബി ജനുവരി 26. ജനുവരി 26-നാണ് റിപ്പബ്ലിക് ദിനം. രാജ്യസഭയുടെ അധ്യക്ഷൻ ആര്? രാജ്യസഭയുടെ അധ്യക്ഷൻ ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. നമ്മുടെ ദേശീയ മൃഗം ഓപ്ഷൻ ഡി കടുവ. കടുവയാണ് നമ്മുടെ ദേശീയ മൃഗം. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തത് സമത്വത്തിനുള്ള അവകാശം, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ബി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തത്. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഇപ്പോൾ ഒരു നിയമപരമായ അവകാശമാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്നതെപ്പോൾ? വിവരാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോൾ? ഓപ്ഷൻ എ 2005. 2005-ലായിരുന്നു വിവരാവകാശ നിയമം നിലവിൽ വന്നത്. നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം. നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം ഓപ്ഷൻ ഡി കുങ്കുമം. നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം കുങ്കുമ നിറമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ
ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. വി രാമസുബ്രഹ്മണ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. നമ്മുടെ ദേശീയഗാനം ആലപിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയം. നമ്മുടെ ദേശീയഗാനം ആലപിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയം എത്രയാണ്? ഓപ്ഷൻ സി 52 സെക്കൻഡ്. 52 സെക്കൻഡാണ് നമ്മുടെ ദേശീയഗാനം ആലപിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയം. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരമാണ് ഓപ്ഷൻ എ ചമ്പാരൻ സമരം. 1917 ചമ്പാരൻ സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സംഭാവനയാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ ഡി അരുണ ആസഫ് അലി. അരുണ ആസഫ് അലി ആയിരുന്നു ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിയുഗം എന്നറിയപ്പെടുന്നത്. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. റഫറൻസുകൾ പ്രകാരം 1915 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണ് ഗാന്ധിയൻ യുഗം എന്നറിയപ്പെടുന്നത്. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനാണ്? ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനാണ്? ഓപ്ഷൻ ബി ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം. 1920 ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥമായിരുന്നു ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. 1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുമ്പ് ഗോവ ഏത് വിദേശ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു? 1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുമ്പ് ഗോവ ഏത് വിദേശ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു? ഓപ്ഷൻ ബി പോർച്ചുഗൽ. 1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുമ്പ് ഗോവ പോർച്ചുഗലിൻ്റെ കീഴിലായിരുന്നു. ദേശീയ തലസ്ഥാന പ്രദേശമേത്? ദേശീയ തലസ്ഥാന പ്രദേശം. ഓപ്ഷൻ സി ഡൽഹി. ഡൽഹിയാണ് ദേശീയ തലസ്ഥാന പ്രദേശം. ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം. ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം. ഓപ്ഷൻ എ 1962. 1962 ഇന്ത്യ ചൈന യുദ്ധം നടന്നത്. ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം. ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം. ഓപ്ഷൻ സി ചൗരി ചൗര സംഭവം. 1922 ചൗരി ചൗര സംഭവമാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണമായത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഓപ്ഷൻ ഡി ശാസ്താംകോട്ട. ശാസ്താംകോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. ഓപ്ഷൻ സി ആലപ്പുഴ. ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. കടൽ തീരമില്ലാത്ത ജില്ല ഏത്? കടൽ തീരമില്ലാത്ത ജില്ല. ഓപ്ഷൻ സി കോട്ടയം. കോട്ടയമാണ് കടൽ തീരമില്ലാത്ത ജില്ല. കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ. കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ. ഓപ്ഷൻ ഡി കണ്ണൂർ.
കണ്ണൂരാണ് കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ. കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് എവിടെയാണ്? കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് എവിടെയാണ്? ഓപ്ഷൻ എ നെയ്യാർ. നെയ്യാറിലാണ് കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? ഇടുക്കി, കുറ്റ്യാടി, കഞ്ചിക്കോട്, മാങ്കുളം ഇവയിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി കഞ്ചിക്കോട്. തന്നിരിക്കുന്നവയിൽ കഞ്ചിക്കോട് നിന്നുമാണ് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഓപ്ഷൻ ഡി പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിതയാര്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിത? ഓപ്ഷൻ സി പി ടി ഉഷ. പി ടി ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിത. കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം? കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ എ നീണ്ടകര. നീണ്ടകരയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം. ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനം ഏത്? ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനം? ഓപ്ഷൻ ബി കേരളം. കേരളമാണ് ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനം. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാര്? സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത്? ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് 1836 സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത്. താഴെ പറയുന്നവയിൽ വക്കം മൗലവിയുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം ഏത്? അൽ ഇസ്ലാം, മുസ്ലിം, അൽ അമീൻ, സ്വദേശാഭിമാനി. തന്നിരിക്കുന്നവയിൽ വക്കം മൗലവിയുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം ഏതാണ്? ഓപ്ഷൻ സി അൽ അമീൻ. അൽ അമീനാണ് വക്കം മൗലവിയുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം. 1924 അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുറഹിമാനായിരുന്നു. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഓപ്ഷൻ ഡി ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപവും സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപവുമാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയതാര്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത്? ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത്. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് വേല ചെയ്താൽ കൂലി കിട്ടണം, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത്? ഓപ്ഷൻ ബി വേല ചെയ്താൽ കൂലി കിട്ടണം. വൈകുണ്ഠസ്വാമികളുടെ മുദ്രാവാക്യമായിരുന്നു വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത്. ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, പ്രാചീന മലയാളം. തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? ഓപ്ഷൻ ഡി പ്രാചീന മലയാളം. പ്രാചീന മലയാളമാണ് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി. ശ്രീനാരായണ ഗുരുവിൻ്റെ രചനകളാണ് ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല എന്നിവ. കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലം? കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലം? ഓപ്ഷൻ എ ഇരവിപേരൂർ. ഇരവിപേരൂരാണ് കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലം. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്?
വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത്? ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനായിരുന്നു 1924 വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത്. അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം. അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം. ഓപ്ഷൻ സി സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘമാണ് അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനും SNDP യോഗം സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവും പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായിരുന്നു. കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷമേത്? കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷം. ഓപ്ഷൻ ഡി 1956. 1956 കേരള സംസ്ഥാനം രൂപീകരിച്ചത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ്? ഓപ്ഷൻ ബി ത്വക്ക്. ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം. ഡെങ്കിപ്പനി പരത്തുന്ന ജീവി. ഡെങ്കിപ്പനി പരത്തുന്ന ജീവി. ഓപ്ഷൻ ബി ഈഡിസ്. ഈഡിസ് ഈജിപ്തി ഇനത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഓപ്ഷൻ എ ഇരുമ്പ്. ഇരുമ്പാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകം. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകം. ഓപ്ഷൻ സി ജീവകം ഡി. ജീവകം ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകം. ജലദോഷത്തിന് കാരണമായ രോഗകാരി. ജലദോഷത്തിന് കാരണമായ രോഗകാരി. ഓപ്ഷൻ സി വൈറസ്. വൈറസ് ആണ് ജലദോഷത്തിന് കാരണമായ രോഗകാരി. ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്? ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ക്ഷയം. ക്ഷയരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് ഡോട്ട്സ്. അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം. അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം. ഓപ്ഷൻ ഡി അന്നജം. അന്നജമാണ് അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം. പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരളത്തിൽ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ എ ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിൽ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ആഗോള താപനത്തിന് കാരണമായ വാതകം. നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, ഓക്സിജൻ തന്നിരിക്കുന്നവയിൽ ആഗോളതാപനത്തിന് കാരണമായ വാതകം. ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡാണ് തന്നിരിക്കുന്നവയിൽ ആഗോളതാപനത്തിന് കാരണമായ വാതകം. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ സി നീൽസ് ബോർ. നീൽസ് ബോർ ആണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ ബി അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. മെൻഡലിയേവ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? മെൻഡലിയേവ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ അറ്റോമിക മാസ്. മെൻഡലിയേവ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്.
ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന നൈട്രജൻ സംയുക്തം. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. റഫറൻസുകൾ പ്രകാരം ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന നൈട്രജൻ സംയുക്തങ്ങളാണ് നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും, NOയും NO2യും. ഈ രണ്ട് സംയുക്തങ്ങളെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് നൈട്രജൻ ഓക്സൈഡ്സ്, NOx. കലോരിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം. കലോരിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഓപ്ഷൻ സി ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് തന്നിരിക്കുന്നവയിൽ കലോരിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം. താഴെ കൊടുത്തവയിൽ പ്രവൃത്തിയുടെ യൂണിറ്റ്. താഴെ കൊടുത്തവയിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി ജൂൾ. ജൂളാണ് തന്നിരിക്കുന്നവയിൽ പ്രവൃത്തിയുടെ യൂണിറ്റ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് ഓപ്ഷൻ എ 120 ഡിഗ്രി സെൽഷ്യസ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവാണ് 120 ഡിഗ്രി സെൽഷ്യസ്. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിൻ്റെ നിറം. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിൻ്റെ നിറം ഓപ്ഷൻ സി കറുപ്പ്. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ വസ്തുവിൻ്റെ നിറം കറുപ്പായിരിക്കും. കള്ളനോട്ട് തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം. ഇൻഫ്രാറെഡ്, റേഡിയോ കിരണം, അൾട്രാവയലറ്റ്, എക്സ്റേ. കള്ളനോട്ട് തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം ഓപ്ഷൻ സി അൾട്രാവയലറ്റ്. അൾട്രാവയലറ്റ് കിരണങ്ങളാണ് കള്ളനോട്ട് തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം. പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം. പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം ഓപ്ഷൻ ഡി വ്യാഴം. വ്യാഴമാണ് തന്നിരിക്കുന്നവയിൽ പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം. അടുത്തു വരുന്ന മാത്സ് ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.